ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ശാന്തൻപാറ തൊട്ടിക്കാനത്ത് ഏലം, കുരുമുളക്, നെല്ല് തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ മാത്യു വർഗീസ് നടക്കോട്ടയിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഏതാണ്ട് 1950-കളിൽ ശാന്തൻപാറ മേഖലയിലെ തൊട്ടിക്കാനം പ്രദേശത്തെ ആളുകൾ കുടിയേറി പാർത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയതാണ്. ഇന്നും മണ്ണിൽ അധ്വാനം ചെയ്യുന്ന ധാരാളം കർഷകർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ തൊട്ടിക്കാനം എന്ന ഈ മേഖല. ഇവിടുത്തെ ഒരു കർഷകനായ മാത്യു വർഗീസ് നടക്കോട്ടയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. ചേട്ടന്റെ ഇപ്പോൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന കൃഷികൾ എന്തൊക്കെയാണ്? ഏലം, കുരുമുളക്, നെൽകൃഷി, ഈ മൂന്നാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇവയല്ലാതെ മറ്റെന്തെല്ലാം കൃഷികളാണ് അതിന്റെ കൂടെ ചെയ്യുന്നത്? കുറച്ച് വാഴയുണ്ട്, കപ്പയുണ്ട്, ജാതി കൃഷിയുണ്ട്. അങ്ങനെ പഴവർഗ്ഗങ്ങളിൽ കുറച്ച് റംബൂട്ടാൻ, അങ്ങനെ അതൊക്കെ നട്ടിട്ടുണ്ട് ഞങ്ങൾ കുറേ. മെയിനായിട്ട് ഇത്രയും കൃഷികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ ഏലം, കുരുമുളക്, നെല്ല് എന്നിവയാണുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഈ നെൽകൃഷി ചെയ്യാനുള്ള കാരണം എന്താണ്? നെൽകൃഷിയോടൊരു ഭയങ്കര പണ്ട് മുതലേ ഞങ്ങൾ ചെയ്തു വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വില കൊടുത്ത് അരി വാങ്ങിക്കാറില്ല. ഇപ്പോഴും വില കൊടുത്ത് ഞങ്ങൾ അരി വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള നെല്ല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഈ കൃഷിയിൽ നിന്ന്. കൃഷി അങ്ങനെ ഒരു എല്ലാവരും പറയും നെൽകൃഷി ലാഭകരമല്ല എന്ന് പറയും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ കൃഷി കൊണ്ട് അങ്ങനെ നഷ്ടം അത്ര ഓരോരുത്തർ ചിന്തിക്കുന്നത് ഒരു 30 സെൻറ്റ് സ്ഥലത്ത് ഏലം കൃഷി ചെയ്താൽ ഇത്ര രൂപ കിട്ടും, നെൽകൃഷിക്ക് ഇത്രയേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു താരതമ്യത്തിൽ പോകുമ്പോൾ നഷ്ടമാണ്. അല്ലാതെ നെൽകൃഷിയിൽ ഒരു നഷ്ടവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിന് ഉള്ള കൃഷി ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് നല്ല നെല്ല് കിട്ടുന്നു, ഞങ്ങൾ നല്ല ചോറുണ്ണാൻ കഴിയുന്നു. അതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. എത്ര സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട്? എനിക്ക് 35 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 35 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾക്ക് ചിലവും കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും അങ്ങനത്തെ കൂട്ടുകാർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. വലിയ വിലയ്ക്ക് വിൽക്കാനൊന്നുമില്ല. എന്നാലും ഞങ്ങൾ എൻ്റെ പെങ്ങന്മാരൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണക്കലരി കൊടുത്തു വിടുന്നത് ഞാനാണ്. അതുപോലെ ചോറുണ്ണാനുള്ള അരി ഞങ്ങൾ കുറച്ചൊക്കെ കൊടുത്തു വിടാറുണ്ട്. സ്വന്തക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഞങ്ങൾ ഒത്തിരി നെല്ല് കൊടുത്തു വിടുന്നുണ്ട്. നെല്ലല്ല, അരിയായിട്ട് ഞങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. ഈ നെൽകൃഷി ഈ 35 സെൻറ്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അത് മുമ്പും അത്രയും സ്ഥലം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതോ പിന്നീട് സ്ഥലം കൂടുതലുണ്ടായിരുന്നിട്ട് ഇപ്പോൾ കുറഞ്ഞു വന്നതാണോ? അത് ശരിയാണ്, അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. മുമ്പ് ഒരേക്കർ കൂടുതൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 35 സെൻറ്റ് എനിക്കുണ്ട്. ചേട്ടനും അത് അത്രയും തന്നെ 35 സെൻറ്റ് സ്ഥലം ചേട്ടനും കൃഷി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ഏല കൃഷിയിലേക്ക് മാറിപ്പോയി. കരക്കണ്ടങ്ങളായിട്ടുണ്ടായിരുന്ന കുറച്ച് കണ്ടങ്ങളുണ്ടായിരുന്നു, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കണ്ടങ്ങൾ, അത് ഏലത്തിലേക്ക് മാറി. ഏലമുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരു പണ്ടുണ്ടായിരുന്നതിൻ്റെ ഒരു 1/5 പോലും നെൽകൃഷി ഇപ്പം ഇല്ല. ബാക്കി അതെല്ലാം ഏലകൃഷിക്ക് വഴി മാറി. ഒത്തിരി ആൾക്കാർ അത് വേണ്ടാന്ന് വെച്ചവരുണ്ട്. ഞങ്ങൾ ഈ പാടത്ത് തന്നെ ഇപ്പോൾ 1/5 പോലും കൃഷി ചെയ്യുന്നില്ല. അത് കൂടുതൽ ഏലത്തിനായിട്ട് വഴി മാറിപ്പോയി. അതുപോലെ ഞങ്ങൾ കിഴക്കോട്ട് മാറി അവിടെ ഉണ്ടായിരുന്ന കണ്ടങ്ങളൊന്നും ഇപ്പോൾ ബാക്കിയില്ല. അതെല്ലാവരും ഏലവും മറ്റ് കൊടി അങ്ങനെയുള്ള കൃഷികൾ ചെയ്തുകൊണ്ട് അങ്ങ് പോയി. ഇതിപ്പോൾ നമുക്ക് എത്ര കൃഷി നടത്തുന്നുണ്ട് ഒരു വർഷം? ഞങ്ങൾ 2 കൃഷി നടത്തും. അപ്പോൾ ആദ്യത്തെ കൃഷി ഞങ്ങളിവിടെ കൊയ്യുമ്പോഴത്തേക്ക് 5 മാസം എടുക്കും. മൂപ്പ് കൂടിയ ഒരു വിത്താണ് ഞങ്ങൾ ചെയ്യുന്ന, മലബാർ എന്നതിന് പറയുന്നത്. രണ്ടാമത്തെ കൃഷി കുഞ്ഞുകുഞ്ഞെന്ന് പറഞ്ഞൊരു വിത്ത് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ ഞങ്ങൾ ജനുവരി അവസാനമാകുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ കണ്ടം കൊയ്ത് കഴിഞ്ഞിട്ട്
ജനുവരി അവസാനമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്യും. ഫെബ്രുവരി ആദ്യം കൂടി വന്ന ആദ്യത്തെ ആഴ്ച തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ജൂണിന് മുമ്പായിട്ട് കൊയ്തെടുക്കും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം അടിച്ചു കൊടുക്കേണ്ട വരുന്നുണ്ട്. മോട്ടർ വെച്ച് ഞങ്ങൾ വെള്ളം നനച്ചു കൊടുക്കും. അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികളൊക്കെ എന്ന് പറയാം? ആദ്യം നമ്മളിപ്പം കണ്ടം പഴയതുപോലെ തൂമ്പ ഉപയോഗിച്ച് കിളക്കുകയാണോ ചെയ്യുന്നത്, അതോ മെഷീൻ കൊണ്ടുവന്ന് ഉഴുതുമറിക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ്? അല്ല, ട്രില്ലറുണ്ട്. ഞങ്ങളുടെ പാടത്തിന് വേണ്ടിയിട്ട് ഈ കൃഷിഭവനിൽ നിന്നൊരു ട്രില്ലർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ കൂലിക്ക് വിളിക്കണം. ആ ആൾ വന്ന് ഞങ്ങൾക്ക് കണ്ടം പൂട്ടി തരും. പുള്ളിക്ക് മണിക്കൂറിന് 300 രൂപ അങ്ങനെ ഒരു കണക്കിൽ ഞങ്ങൾ കൂലി കൊടുക്കും. അയാൾ പൂട്ടി തന്നേച്ച് പോകും. മറ്റ് ചിലവുകളൊക്കെ ഞങ്ങൾ അതിന് വേണ്ട ഡീസൽ, ഓയിൽ ഇതൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ നമ്മളിത് ഈ ഞാറ് നടുകയാണോ ചെയ്യുന്നത്, അതോ നെല്ല് വിതയ്ക്കുകയാണോ ചെയ്യുന്നത്? ഞാറ് നടുകയാണ് ചെയ്യുന്നത്. ഞാറായിട്ട് പാകപ്പെടുത്തിയിട്ട് കണ്ടത്തിൽ പറിച്ച് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നടാനൊക്കെ നമുക്കിവിടെ ആൾക്കാരെ ലഭ്യമാണോ? നടാൻ ഇപ്പോൾ പണ്ട് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാവരും മലയാളികളെല്ലാം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇപ്പം സ്ഥിരം ഇവിടെ എല്ലാ വീട്ടിലും 1-2 ഹിന്ദിക്കാരുണ്ട്. അവരെ കൊണ്ടാണ് ഇത് കണ്ടം കൊയ്യിക്കുന്നതും നടിക്കുന്നതും എല്ലാം. അപ്പോൾ ഇനി സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് ഈ നെൽകൃഷിയുടെ ജോലികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാറ് നടുന്നതാണേലും പിന്നീട് കൊയ്തെടുക്കുന്നതൊക്കെ ആണെങ്കിലും അവരെ ഉപയോഗിച്ചാണെന്നാണ് മാത്തിച്ചേട്ടൻ പറയുന്നത്. ഇനി നമ്മൾ ഈ ഞാറ് തയ്യാറാക്കി നട്ട് കഴിഞ്ഞ് പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത്? പിന്നീട് കള പറിക്കണം. എത്ര തവണ കള പറിക്കേണ്ടി വരും? ഒരേ ഒരു പ്രാവശ്യം മതി ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരു കളനാശിനി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു സൈസ് പൗഡർ പോലെയുള്ള ഒരു സാധനമാണ്. അത് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വെതറിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട കാടുകളൊന്നും മുളയ്ക്കില്ല. വളരെ കുറച്ച് പുല്ല് പോലെയുള്ള ചില കാടുകൾ മാത്രം മുളയ്ക്കും. ആ കാട് ഒരു പ്രാവശ്യം ഒന്ന് പറിച്ച് കളയേണ്ടി വരും, അത്രയേ ഉള്ളൂ. മറ്റേ കൂടുതലായിട്ട് അങ്ങനെ ഇപ്പോൾ കളയുണ്ടാവാറില്ല. പിന്നെ പുഴുക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒന്ന് മരുന്നടിക്കാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഇവിടെ ഈ എക്കൽ കയറുന്നതായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ വർഷവും തന്നെ എക്കൽ കയറും. ആ എക്കൽ കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ മലബാർ കൃഷി ചെയ്യുന്നത്. അത് ഇച്ചിരി പൊക്കമുള്ളതുമാണ്, അടിഞ്ഞു പോവില്ല. അതുകൊണ്ട് ആ നെല്ല് ഭയങ്കര കരുത്തായിട്ടുള്ള ഒരു നെല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ കൃഷി ഞങ്ങളത് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കൃഷി വരുമ്പോഴത്തേക്കും അത് കുഞ്ഞുകുഞ്ഞെന്ന് പറഞ്ഞ് വേറൊരു വിത്താണ്. അത് ആ സമയത്ത് വെള്ളം കയറുന്ന പ്രശ്നമില്ല. അപ്പോൾ ആദ്യത്തെ കൃഷിക്ക് ഇങ്ങനെ വെള്ളം കയറുന്നു. അപ്പോൾ അങ്ങനെ എക്കലൊക്കെ അടിയുന്നതുകൊണ്ട് കൂടുതൽ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വളരെ അപൂർവം ചിലപ്പോൾ ഈ ഒരേക്കറിന് ഒരു 10-20 കിലോ അത്രയും കണക്കിന് വല്ലോ ഫക്ടംബോസോ അങ്ങനെ എന്തെങ്കിലും തൂളിയാ അത്ര മാത്രം. ഈ നമ്മൾ ഈ ട്രില്ലറിനെ ഉഴുതുമറിച്ചതിന് ശേഷം നമ്മൾ ഈ കൃഷി അല്ലെ ഞാറ് നടുന്നതിന് മുമ്പ് പാടത്ത് എന്തെങ്കിലും ചാണകമോ മറ്റെന്തെങ്കിലും വളങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ടോ? കണ്ടം നടുന്നതിന് മുമ്പായിട്ട് കുമ്മായി ഇടും. അല്ലാതെ ചാണകമൊന്നും ഇടാറില്ല ആരും. ഇവിടെ വളം ഉണ്ട് ഇവിടുത്തെ കണ്ടത്തിൽ, അതുകൊണ്ട് ചെയ്യാറില്ല. ഇനി ഇത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മലബാർ വിത്ത് കൊയ്തെടുക്കാൻ എത്ര മാസം വേണ്ടി വരും? നട്ട് കഴിഞ്ഞ് ഏതാണ്ട് 5 മാസത്തോളം വേണം. മറ്റേ കുഞ്ഞു വിത്താണെങ്കിൽ 4 മാസം. 4 മാസം. അപ്പൊ ഇത് കൊയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മെതിക്കുന്നതെല്ലാം തൊഴിലാളികളെ ഉപയോഗിച്ച് തന്നെയാണോ? അതെ. അത് കണ്ടത്തിൽ തന്നെ ഒരു കളവുണ്ടാക്കും. എല്ലാവരുടെയും അടുത്ത പടുതകളുണ്ട്, വലിയ പടുതകൾ. ആ പടുത പണ്ട് സ്പൈസസ് ബോർഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പടുതകളാണ്, വലിപ്പോട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചുരുട്ട് അടുക്കി വെക്കും. എന്നിട്ട് അവിടെ വെച്ച് തന്നെ തല്ലി എടുക്കും. അത് അവിടെ ഇട്ട് തന്നെ ഉണക്കി നെല്ലായിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ഉണക്കി വീശി നെല്ലായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ കയറ്റുന്നത്. നമ്മൾ ഈ 35 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഏകദേശം എത്ര കിലോ വിത്ത് വേണ്ടി വരും? കിലോ ഒരു 6 കിലോ. അത് ധാരാളം മതി. ഈ 6 കിലോ വിത്ത് നമ്മൾ കൃഷി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര കിലോ നെല്ല് വരെ ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട്? 400 കിലോ വരെ കിട്ടുന്നുണ്ട്. 400 കിലോ നെല്ല് വരെ കിട്ടുമല്ലേ? അപ്പോൾ ഈ 400 കിലോ നെല്ല് നമ്മൾ പുഴുങ്ങി അരിയാക്കി കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോ കിട്ടും? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. 200 കിലോയിൽ കൂടുതൽ കിട്ടും. അപ്പോൾ 200 കിലോയിൽ കൂടുതൽ നെല്ല് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഏതായാലും 6 മാസത്തേക്ക് അധികം ചെലവ് കഴിയാനുള്ള, അല്ലെങ്കിൽ ചോറ് അല്ലെ അരി വയ്ക്കാനുള്ള എല്ലാ ആവശ്യത്തിനും മിച്ചമുള്ളത് കിട്ടും അല്ലേ? കിട്ടും. ഈ നെൽകൃഷിയിൽ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ ഇവിടെ ഈ പ്രദേശ ആളുകളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം എന്തായിരിക്കും? അത് ഏലകൃഷിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് കുറവാണെന്ന് അങ്ങനെ കരുതി ഏലം കൃഷി ചെയ്തവരൊത്തിരി ഉണ്ട്. പിന്നെ ചിലർ പറയുന്നു ഇതിന് പണിയാൻ ആളെ കിട്ടുന്നില്ല. പണ്ടൊക്കെ പതുമ്പിന് കൊയ്യാന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇത് കൂലിക്ക് തന്നെ കൊയ്ക്കണം. അപ്പോൾ അതൊക്കെ കാരണമായിരിക്കും. പിന്നെ ഇതിനോടുള്ള ഇഷ്ടക്കുറവും തോന്നുമായിരിക്കാം.
എന്തായാലും ചേട്ടൻ നെൽകൃഷിയിൽ വളരെ സജീവമായി തന്നെ ഇപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു അല്ലേ? എത്രയും കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ചെയ്യണമെന്ന് തന്നെ ഇത് കരുതി. അല്ല, മറ്റൊരു കൃഷി അതിലേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമുക്ക് നല്ല ചോറുണ്ണാം, നല്ല കഞ്ഞിവെള്ളം കുടിക്കാം, അതുപോലെ മറ്റെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്ക് നല്ല അരി ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടല്ലേ? ഞാനിവിടെ എൻ്റെ അരി കൊണ്ട് ഇവിടെ പുട്ടുണ്ടാക്കി കൊടുത്തിട്ട് അനീത്തി ഇവിടെ വന്നു മലബാറിൽ നിന്ന്. അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഇത് ഏറ്റവും ഭയങ്കര ടേസ്റ്റ്. അവർക്കും അവിടെ കണ്ടം കൃഷിയുണ്ട്. അവർ എന്നിട്ട് ഈ വിത്ത് അവിടെ കൊണ്ടുപോയി കൃഷി ചെയ്തു. പക്ഷെ അവിടെ ഇത്രയും സക്സസ് ആയില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ കാലാവസ്ഥയിൽ ഇവിടെ ഈ 5 മാസം വേണ്ടവർക്ക് അവർക്ക് 4 മാസം പോലും എടുത്തില്ല. അതിന് മുമ്പ് അവിടെ കൊയ്യേണ്ട വന്നു. കണ്ണൂരായിരുന്നു പുള്ളിക്കാരി. എന്തായാലും നെൽകൃഷിയിൽ വളരെ സജീവമായി തന്നെ ഉള്ള സ്ഥലത്ത് 35 സെന്റ് സ്ഥലത്ത് സാധിക്കുന്നിടത്തോളം കാലം നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മാത്യു ചേട്ടൻ പറയുന്നത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇനി നമ്മൾ ഏലം കൃഷിയിലേക്ക് വന്നാൽ എന്തിനാ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്? എനിക്ക് കൂടുതലും ഞള്ളാണി ഏലമാണ് ഞാൻ നട്ടേക്കുന്നത്. പിന്നെ കുറച്ച് പാലക്കുടിയൻ, അങ്ങനെ കുറച്ച് തിരുതാളി അങ്ങനെയുണ്ട്. എന്നാലും 90-95% ഞള്ളാണി തന്നെയാണ്. ഞള്ളാണി തന്നെ ഇവിടെ ഏറ്റവും നല്ല വിളവ് കിട്ടുന്നതിനാണ് എൻ്റെ അഭിപ്രായം. ഈ പാലക്കൊടിയും അതുപോലെ തിരുതാളിയൊക്കെ ഇനങ്ങൾ ഞള്ളാണിയും തമ്മിൽ എന്താണ് പ്രധാനമായിട്ട് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് കായയെ സംബന്ധിച്ച്? ഞള്ളാണിയുടെ കാ മുഴുപ്പുള്ള കായാണ്. പിന്നെ പാലക്കൊടി ഒരു 3 എടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കാ കംപ്ലീറ്റ് തീർന്നു പോകും. പക്ഷെ ഞള്ളാണി 4-5 എടുപ്പ് എടുക്കാൻ പറ്റുന്നുണ്ട്, 6 എടുപ്പ് വരെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തിരുതാളി എന്ന് പറഞ്ഞാൽ അഴുകൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കയറുന്ന ഒരു ഇതായതുകൊണ്ട് അതിനോട് താല്പര്യം എനിക്കില്ല. ഇപ്പോൾ നടുവാണി നള്ളാണി മാത്രം നട്ടാൽ മതി എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏലകൃഷിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ സാധാരണ ചിമ്പ് നട്ടൊക്കെ ആണല്ലോ എല്ലാവരും കൃഷി ചെയ്യുന്നത്. നമ്മൾ ഏലം കൃഷി ചെയ്ത് ആദായത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ 3 വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ പ്രധാനമായിട്ട് ഇതിനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചെടി ഒരുക്കി കളയെടുത്ത് ഇതെല്ലാം പൊതയിടാറുണ്ട്. പിന്നെ മരുന്നടി മാസം വേണം. മരുന്ന് അടിച്ചില്ലെങ്കിൽ ഇല ഇവിടെ ശരിയാവുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ മെയിനായിട്ട് തണ്ടുതുരപ്പിനും ഈ ഇലപ്പേനിനുമുള്ള മരുന്നുകളാണ് കൂടുതൽ അടിക്കുന്നത്. അതിവിടെ ഒരു KCPMC എന്നും പറഞ്ഞ ഒരു മരുന്ന് കമ്പനിയുണ്ട്. അവരുടെ ആൾക്കാർ, ഫീൽഡ് ഓഫീസർമാർ ഇവിടെ വന്ന് നോക്കിയിട്ട് അവർ പറയാറുണ്ട് എന്തൊക്കെ ചെയ്യുന്നതെന്ന്. അവരോട് ചോദിച്ച കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് വലിയ തെറ്റില്ലാതെ കൃഷി പോകുന്നുണ്ട്. ഈ 30 ദിവസം കൂടുമ്പോൾ മരുന്ന് കളിക്കണം. പിന്നീട് ഈ ഇല ഒരുക്കി നിർത്തുന്നത് സാധാരണ എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യാറുള്ളത്? അത് വർഷത്തിലൊരു 3 പ്രാവശ്യം ചെയ്താൽ മതി. ഒന്ന് മഴക്കാലം തുടങ്ങുമ്പോൾ പിന്നെ ഒന്ന് ഈ സമയത്തൊക്കെ ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേനലാവുമ്പോൾ ഒരു 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ ഈ ഉണങ്ങിയ ചാമ്പൽ ഇലയൊക്കെ വരും. അന്നേരം അതും ഒന്ന് ഒരുക്കി വിടാറുണ്ട്. 3 പ്രാവശ്യം കൂടുതൽ. ഈ മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ? മണ്ണ് പരിശോധന ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഏലത്തിനെ പ്രധാനമായിട്ട് എന്തെല്ലാം രോഗകീടബാധകളാണ് അല്ലെങ്കിൽ കേടുകളാണ് ബാധിക്കുന്നത്? അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2-3 വർഷമായിട്ട് ഈ അഴുകൽ ഒരു മഴ കൂടുതലാണ്. അതുകൊണ്ട് അഴുകൽ അങ്ങനെ ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഒരു അസുഖം കൂടുതൽ വരാറില്ലായിരുന്നു. പിന്നെ കായയിൽ ചൊറി പാടുകൾ വന്ന് അങ്ങനെയുള്ളൊരു രോഗം വരുന്നായിരുന്നുണ്ട്. അത് അതിനുള്ള മരുന്ന് ഇപ്പോൾ KCPMCക്കാരോട് പറഞ്ഞ് അവരത് ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ ഈ വർഷം തൊട്ട് എനിക്ക് നല്ല കാ കിട്ടാറുണ്ട്. അതിന് അങ്ങനെ ഒത്തിരി, അല്ലെങ്കിൽ അതിൽ ആ പാടുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില ഒത്തിരി കുറഞ്ഞു, കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഈ വേരുപുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഏലം പാടെ നശിച്ചു പോകാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴെന്താണ് ചെയ്യാറുള്ളത്? ഏലത്തിന് പഴുപ്പ് വന്നങ്ങനെ വേരുപുഴു പിടിക്കുമ്പോൾ പോകാറുണ്ട്. അതുകൊണ്ട് അതിന് മരുന്ന് കലക്കി അതിൻ്റെ ചുവട്ടിലൊഴിക്കുന്നവരും അത് കൂടുതൽ പ്രശ്നമുള്ളിടത്ത് മാത്രം ചെയ്യാറുണ്ടല്ലോ, അതെങ്കിൽ എല്ലാത്തിലും ചെയ്യാറില്ല. വേറെ നമ്മൾ പ്രത്യേകിച്ച് പ്രധാനമായിട്ട് വേറെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ?
വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്? ഈ വേരുപുഴു ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. പിന്നെ അഴുകൽ വരാതെ അതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ ചെയ്തു വിട്ടാൽ നല്ലതാണ്, കുറെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റും അല്ലേ? ഈ ഏലം കൃഷി ഇപ്പോഴത്തെ ഒരു വില വെച്ചിട്ട് ആദായകരമായിട്ടാണോ തോന്നുന്നത്? എങ്ങനെയാണ് അഭിപ്രായം? ഏലകൃഷി ഇപ്പോഴത്തെ വില ആദായകരമാണ്. 1500 രൂപ കുറയാതെ ഒരു വിലയൊക്കെ കിട്ടുന്നത് തിരക്കേടില്ലാത്ത വിലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിനിമം നമുക്ക് എത്ര രൂപ വരെ കിട്ടിയാൽ ഏലകൃഷി ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? 1200 രൂപ വരെ കിട്ടിയാൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഈ തൊഴിലാളികളെയൊക്കെ ഉപയോഗിച്ചാണോ കൃഷികളൊക്കെ ചെയ്യുന്നത്, അതോ നമ്മൾ തന്നെയാണോ? തൊഴിലാളികളുണ്ട്. തനിയെ എനിക്കൊരു 3 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തനിയെ നടക്കില്ല, എല്ലാ പണികളും നടക്കാറില്ല. അതുകൊണ്ട് തൊഴിലാളികളെയും കൂട്ടിയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായ തൊഴിലാളികളാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളാണോ ആശ്രയിക്കുന്നത്? അന്യസംസ്ഥാന തൊഴിലാളി എൻ്റെ അടുത്ത് ജാർഖണ്ഡിലെ 2 പേരുണ്ട്. സ്ഥിരമായിട്ട് അവർ നിർത്തി അവരെ കൊണ്ട് പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. കായെടുക്കാൻ നേരത്ത് മാത്രം പുറത്തുനിന്ന് ആളെ കൂട്ടുന്നു. ഏലത്തിന് നമ്മൾ പിന്നെ ഈ വേനൽക്കാലത്ത് ആകുമ്പോഴത്തേക്ക് തണലൊക്കെ ക്രമീകരിക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാറുള്ളത്? തോട്ടത്തിലെ മരങ്ങളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി കുറച്ച് സൂര്യപ്രകാശം കളക്കുന്ന രീതിയിലാക്കാറുണ്ട്. അപ്പോൾ അത് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ നല്ലതാണ്. ഒരു വർഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും ചെയ്യണം. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഇനിയിപ്പോൾ ഈ വർഷം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണം. ഈ ഏലത്തിന് ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? മണ്ണ് വിരിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം ഈ സമയത്താണ് അത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരെണ്ണം ചെയ്യുന്ന ഒരു പണിയാണ്. ചെടി ഒരുക്കി കളയൊക്കെ എടുത്തതിന് ശേഷം ഈ കള മൂടി ചുവട്ടിൽ മണ്ണ് വിരിച്ചു കൊടുക്കുന്ന ചോട്ടിൽ മാത്രമല്ല മൊത്തം തോട്ടം മണ്ണ് വിരിച്ചു കൊടുക്കുന്ന ഒരു പണി ചെയ്യാറുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിവായിട്ട് ഇങ്ങനെ പൊതയിടും പോലെ മൊത്തത്തിൽ ഇടാറുണ്ട്. പക്ഷെ ഞാനിതുവരെ മണ്ണ് വിരിച്ചു കൊടുക്കാറാകുമ്പോൾ. ഈ മണ്ണ് വിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് ആദായം ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. ഈ മണ്ണ് വിരിച്ചു കൊടുക്കുമ്പോൾ ഈ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞ ഈ മണ്ണിൽ നിന്ന് ജലാംശങ്ങൾ മുകളിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മണ്ണ് വിരിച്ചു കൊടുക്കുമ്പോൾ ആ ചെറിയ സുഷിരങ്ങൾ അടിഞ്ഞു പോകും. പിന്നെ മണ്ണിന് ഈർപ്പം നിലനിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മണ്ണ് വിരിച്ചു കൊടുക്കുന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് കുരുമുളക് കൃഷിയിലേക്ക് വന്നു. ഈ കുരുമുളക് കൃഷിക്ക് താങ്ങായിട്ട് എന്താണ്, മുരുക്കാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതോ മറ്റു മരങ്ങൾ എന്തെങ്കിലും ആണോ? ആദ്യം മുരുക്കുകളായിരുന്നു. മുരുക്കയിലെ കൊടിയൊക്കെ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ അതൊക്കെ തന്നെ പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള മരമുള്ളതിനൊക്കെ അങ്ങനെ പിടിച്ച് കെട്ടി കൊടുത്തു. പിന്നെ ഇപ്പോൾ ഈ ഏലത്തോട്ടത്തിലുള്ള മരങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കുരുമുളക് പിടിപ്പിക്കാൻ പറ്റിയതുകൊണ്ട് അതിന് ഏലത്തോട്ടത്തിൽ ചോലയ്ക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ച ആ മരത്തെ കൂടെ തന്നെ കയറ്റി വിടും. ഏലത്തിന് മുകളിൽ കായ്ച്ചോളും. എന്തെല്ലാം കുരുമുളക് ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ട്? ഇവിടെ കരിമുണ്ടയുണ്ട്, ചെങ്ങന്നൂരുണ്ട്. മെയിനായിട്ട് ആ 2 കൃഷിയാണ് കൂടുതലുള്ളത്. അതിലും ചെങ്ങന്നൂരാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് കൃഷിക്ക് നമ്മൾ പ്രത്യേകിച്ച് വെച്ച് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഒരു 3 വർഷം വരെ മാസത്തിലൊരിക്കൽ എങ്കിലും അതിൻ്റെ ചോട്ടിൽ പോവുകയും അത് പിടിച്ച് കെട്ടി കൊടുക്കുകയും ചെയ്യണം. ഇതനുസരിച്ച് അത് കയറിപ്പോകും. ഒരു 3 വർഷം കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വർഷത്തിലൊരിക്കലാണെങ്കിലും കെട്ടിക്കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇതിനെ കുരുമുളകിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് രോഗകീടബാധകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് ചില ചെടിക്കൊക്കെ ഇങ്ങനെ ദുരിതപാട്ടം പോലെ പെട്ടെന്ന് അത് അങ്ങ് വാടി അങ്ങനെ പോകാറുണ്ട്. അല്ലാതെ മറ്റ് അസുഖങ്ങളൊന്നും ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് കാണാറില്ല. ഈ ചൂട് നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഇപ്പം കള പറിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇപ്പം ഇവിടെ ഏലത്തിന് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ ചുവടും തെളിഞ്ഞു പോകും. അതിന് മണ്ണിടുന്ന കൂട്ടത്തിൽ അതിന് വെച്ചിട്ട് മണ്ണിടും. അത് അത്രയൊക്കെ പണി. പ്രത്യേകിച്ച് വേറെ പണികൾ അതിന് മരുന്നടി അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ കുരുമുളകും ഇപ്പോഴത്തെ ഒരുവിധം ആദായകരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? കുരുമുളകിന് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മുരുക്കുള്ളതിനൊക്കെ വർഷത്തിലൊരിക്കൽ അതിൻ്റെ കമ്പ് കോതി വരുന്നുണ്ട്. അല്ലാതെ മറ്റു പണികൾ ഇല്ല. ഇനി കപ്പ അതുപോലെ വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളോ അതോ വിൽപ്പനയ്ക്കുണ്ടോ? നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കുറച്ചൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത്തവാഴ കൃഷി നടത്തിയാലും ചിലപ്പോൾ 5-6 കൊല ഒന്നിച്ച് കൊലച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർണത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി ഇവിടെ ഏതെങ്കിലും ചായക്കടയിലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് പൈസ വാങ്ങി. ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? പന്നിയുടെ ശല്യം നന്നായിട്ടുണ്ട്. കണ്ടത്തിലും ഞങ്ങളിപ്പോൾ കമ്പി കെട്ടിയിട്ടുണ്ട്. ചുറ്റും 1-2 നേരം കമ്പി ചുറ്റി അതിനൊരു പേടിയുണ്ട്, അത് വന്ന് കയറില്ല. അതുപോലെ കപ്പയാണെങ്കിലും കമ്പി ചുറ്റിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യവും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? പന്നി ശല്യം ഒത്തിരി ഉണ്ട്. പിന്നെ ഈ കൃഷിഭവൻ അതുപോലെ KVK ശാന്തൻപാറ അതുപോലെ സ്പൈസസ് ബോർഡ് ഇവയുടെയൊക്കെ ഉപദേശങ്ങളോ സഹായങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. കൃഷിഭവനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു തരാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടം കൃഷി അവർ
ഇതിൻ്റെ ഉദ്ഘാടനം നടത്താറുണ്ട് കണ്ടം കൃഷി ചെയ്യുമ്പോൾ. അതുപോലെ കൊയ്ത്തുത്സവം നടത്താറുണ്ട്. അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ KVK എന്ന് ക്ലാസ് എടുക്കാറുണ്ട് ഇവിടെ വന്ന്. അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറൊക്കെ ഉണ്ട്. അവരും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ? 2000 രൂപയിൽ അതുണ്ട്. പൊതുവെ ഈ യുവജനങ്ങൾ ഈ മേഖലയിൽ കാർഷിക രംഗത്തേക്ക് ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ടോ? എങ്ങനെയാണ് യുവജനങ്ങളിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പണ്ട് ഈ പശുവൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാനില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. ഹാർട്ട് പേഷ്യൻ്റായിട്ട് എനിക്ക് ബൈപ്പാസൊക്കെ ചെയ്തതാണ്. അപ്പോൾ ബൈപ്പാസ് ചെയ്തതോടുകൂടി ഞാൻ പശു വളർത്തൽ അങ്ങ് നിർത്തിക്കളഞ്ഞു. ഞാൻ തനിയെ ചെയ്തുകൊണ്ടിരുന്ന പണിയായിരുന്നു അത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഇപ്പം ഈ പശു വളർത്തൽ ആ കൃഷി നടത്തുന്ന ആൾക്കാർ ഇവിടെ ഞാൻ കാണുന്നതിൽ ഒരു 99% ആൾക്കാരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഒരു 60 വയസ്സിലും കൂടുതൽ പ്രായമുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ കൃഷിയൊക്കെ നടത്തുന്നത്. ചെറുപ്പക്കാരിലേക്ക് അങ്ങനെ ഒരു ഇതൊന്നും കാണുന്നില്ല. കൃഷിയോടും അവർക്ക് താല്പര്യം കാണുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ കൃഷിയിലും ഉള്ളൂ. ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഒരഭിപ്രായം? അത് ചെറുപ്പന്മാരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധവാന്മാരാക്കിയ ഒരു പക്ഷേ അവർക്ക് സാധിക്കുമായിരിക്കും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, 2 മക്കൾ. മൂത്തയാള് കാനഡയിലാണ്, പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് പുള്ളിക്കാരി അവിടെ. രണ്ടാമത്തെ ആള് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ. ശാന്തൻപാറ പഞ്ചായത്തിലെ തൊട്ടിക്കാനം പ്രദേശത്ത് ഏലം, കുരുമുളക്, നെല്ല് തുടങ്ങിയവയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു മുതിർന്ന കർഷകനായ മാത്യു വർഗീസ് നടക്കോട്ടയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ശാന്തൻപാറ തൊട്ടിക്കാനത്തെ മുതിർന്ന കർഷകനായ ശ്രീ മാത്യു വർഗീസ് നടക്കോട്ടയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പാവൽ കൃഷി. ഔഷധ ഗുണങ്ങളുള്ള പച്ചക്കറികളിൽ പാവലിന് 1ാം സ്ഥാനമാണ്. നീർവാർച്ച സൗകര്യവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും കൃഷി ചെയ്യാം. 3 മാസം മൂപ്പുള്ള പാവൽ വർഷത്തിൽ 4 തവണ കൃഷി ചെയ്യാം. ഏറ്റവും യോജിച്ച നടീൽക്കാലം മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ്. പന്തലിൽ കയറ്റിവിട്ട് വേണം വളർത്താൻ. കൃഷിരീതി: കിളച്ചൊരുക്കിയ സ്ഥലത്ത് 2x2 മീറ്റർ അകലത്തിൽ 60 സെന്റിമീറ്റർ വ്യാസത്തിൽ 20-45 സെന്റിമീറ്റർ താഴ്ചയിൽ എടുത്ത കുഴിയിൽ ഓരോന്നിലും നല്ലതുപോലെ പാകപ്പെട്ട കാലിവളം, കമ്പോസ്റ്റ് എന്നിവ 10 കിലോ തോതിൽ ചേർത്ത് മണ്ണുമായി ഇളക്കി യോജിപ്പിക്കണം. ഒരു കുഴിയിൽ 4 വീതം വിത്ത് 2-3 സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക. 1 സെന്റ് സ്ഥലത്ത് 10 കുഴി, ഓരോന്നിലും 3 ചെടികൾ വീതം എന്നതാണ് കണക്ക്. 4 വിത്ത് നട്ടാൽ കരുത്തുള്ള 3 എണ്ണം നിർത്തി 1 പിഴുതുമാറ്റാം. നട്ട് 30-ാം പക്കവും 60-ാം പക്കവും വളമിടാം. അതായത് വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും. വളപ്രയോഗം: നടീൽ സമയത്ത് ചേർത്തതിനു പുറമെ സെന്റൊന്നിന് കപ്പലണ്ടി പിണ്ണാക്ക് 2 കിലോഗ്രാം, എല്ലുപൊടി 475 ഗ്രാം, ചാരം 830 ഗ്രാം. വളർച്ച നോക്കി ആവശ്യമെന്ന് കണ്ടാൽ രാസവളങ്ങൾ ചേർക്കുന്നതിനും ശുപാർശയുണ്ട്. കീട രോഗ നിയന്ത്രണം: കായയ്ക്കു കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് കൂട് ഇടുക. കീടാക്രമണമുള്ള കായകൾ പറിച്ച് നശിപ്പിക്കുക. നടുമ്പോഴും 1 മാസമാകുമ്പോഴും തടം 1-ന് 100 ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ഇടുക. ഉണക്കമീൻ കെണിയോ ഫിറമോൺ കെണിയോ പന്തലിൽ തൂക്കിയിടുക. ഇതിനൊക്കെ വേണ്ടി കയർ, ചരട്, കമ്പികൾ, കമ്പുകൾ എന്നിവ കൊണ്ട് പന്തലുകൾ തയ്യാറാക്കണം. മൊസൈക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിക്കണം. വിളവെടുപ്പ്: നട്ട് 2 മാസമാകുന്നതോടെ ആദ്യമുണ്ടായ പാവയ്ക്ക വിളവെടുപ്പിന് പാകമാകും. 6-7 ദിവസങ്ങൾ ഇടവിട്ട് വിളവെടുക്കാം. 1 സെന്റ് സ്ഥലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ശരാശരി വിളവ് 40 കിലോ. രോഗ കീടബാധയില്ലാത്ത ചെടികളിലെ ശരിയായ മൂത്തു പഴുത്ത കായ്കളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. കായ്കൾ മഞ്ഞ നിറമായി പൊട്ടിക്കീറുന്ന അവസരമാണ് വിത്തെടുക്കാൻ പറ്റിയത്. ആദ്യവും അവസാനവും ഉണ്ടാകുന്ന കായ്കൾ ഒഴിവാക്കണം. വിത്ത് നല്ല വെയിലത്ത് 4-5 ദിവസം ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം. കാർഷിക അറിവുകൾ, മാത്യു വർഗീസ് നടക്കോട്ടയിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.